ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്തെന്ന് സ്ഥിരീകരിച്ച് മുൻ ദേവസ്വം മന്ത്രിയും CPIM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് കടകംപള്ളി പ്രതികരിച്ചു. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്, ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്, അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? ആസിഫുണ്ട് വിവരങ്ങളുമായി. ആസിഫ്, മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല, ചോദ്യം മൊഴിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു അല്ലേ? തീർച്ചയായും മൊഴിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും കടകംപള്ളി സ്ഥിരീകരിക്കുകയാണ്. മറ്റ് വിശദമായ കാര്യങ്ങളിലേക്കൊന്നും കടകംപള്ളി പറഞ്ഞിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തിയ ഇടപെടലുകളാണ്. അക്കാര്യത്തിൽ സർക്കാർ തലത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ അപേക്ഷകൾ വരികയോ അത്തരത്തിൽ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. അത് ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ഭരണസമിതിയും മുൻകൈയെടുത്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദ ഇടപെടലുകളെല്ലാം നടന്നത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിയാഴ്ചയാണ് SIT വിശദമായ മൊഴി, മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെ മൊഴിയും രേഖപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം ആ ഒരു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കൂടുതൽ വിശദമായ മൊഴിയെടുപ്പുകളും തെളിവെടുപ്പുകളും വേണ്ടി വരുന്നു. 2019 നടന്ന കാര്യങ്ങൾ അത് വിശദമായി പരിശോധിച്ച് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, അതോടൊപ്പം ദേവസ്വം ബോർഡ് നടത്തിയ ഇടപെടലുകളിൽ അന്നത്തെ മന്ത്രിക്കടക്കം ഏതെങ്കിലും തരത്തിലുള്ള പങ്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായാണ് വിശദമായ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായത്. തനിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും SITയോട് വിശദീകരിച്ചു എന്നാണ് ഏതായാലും കടകംപള്ളി ഈ ഒരു ഘട്ടത്തിൽ വിശദമാക്കുന്നത്. മറ്റു ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇന്ന് രാവിലെയും A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. ആ സമയത്തും ദൈവതുല്യനായ ആള് ആരാണ്, അത് കടകംപള്ളിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പത്മകുമാറിന് നേരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും അത് ആ രീതിയിലല്ല മറുപടി നൽകുന്നതിലേക്ക് പത്മകുമാറും എത്തിയത്. എന്തായാലും SITയെ സംബന്ധിച്ചോളം നിർണായകമായ ഘട്ടത്തിലാണ് അന്വേഷണം. അതിൻ്റെ ഭാഗമായാണ് ഇടനിലക്കാരാണ് എന്ന് സംശയിക്കുന്ന ആളുകളുടെ അടക്കം വിശദമായ മൊഴിയെടുക്കുകയും ബംഗളൂരിൽ അടക്കം എത്തി അവരെ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിൽ നിർണായകമായ മൊഴിയെടുക്കലുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തണം, കടകംപള്ളി സുരേന്ദ്രനെ പ്രതി ചേർക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചുകൊണ്ട് ഇരുന്നതാണ്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ 2019 നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ മൊഴിയെടുക്കൽ, അന്ന് നടന്ന ഇടപാടുകളെ സംബന്ധിച്ചുള്ള വ്യക്തമായ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിട്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുത്തിട്ടുള്ളത്. അത് സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടന്നിട്ടില്ല എന്നും അത് ദേവസ്വം ബോർഡ് നടത്തിയ ഇടപെടലുകൾ മാത്രമാണ് എന്നും അതിന് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ പങ്കില്ല എന്നും വിശദീകരിക്കാനാണ് കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചത് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്തെന്ന് മുൻ മന്ത്രി ദേവസ്വം മന്ത്രിയും സ്ഥിരീകരിച്ചിരിക്കുന്നു. കടകംപള്ളിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പക്ഷേ മറ്റു ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല, മൊഴിയെടുത്തു എന്ന് മാത്രം സംസാരിച്ചിരിക്കുന്നു.